മെർച്ചൻ്റ് നേവി, പോർട്ട് ഓപ്പറേഷൻ തുടങ്ങി ഷിപ്പിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാമാണ് IMU-CET എക്സാം. ഇന്ന് നമ്മൾ അതിൻ്റെ ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് നിങ്ങളുടെ കരിയറിൽ സംശയങ്ങളോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങൾ നമ്മളെ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, നിങ്ങൾക്ക് കരിയർ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, നമ്മൾ കരിയർ അപ്ഡേറ്റ്സ് ചാനലുകളിൽ ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ IMU-CET എക്സാം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഷിപ്പിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. 6 അഫിലിയേറ്റഡ് ക്യാമ്പസുകളാണ് IMUവിന് കീഴിലുള്ളത്. അഫിലിയേറ്റഡ് അല്ലാത്ത പ്രൈവറ്റ് ക്യാമ്പസുകളാണെങ്കിലും നിർബന്ധമായിട്ടും IMU-CET എക്സാം എഴുതിയിരിക്കണം. ഓൾ ഇന്ത്യ എക്സാമാണ് IMU-CET എക്സാം. 6 ക്യാമ്പസുകൾ എവിടേക്കാണ്? ചെന്നൈ, കൊച്ചി, കൊൽക്കത്ത, മുംബൈ പോർട്ട്, നാവി മുംബൈ, വിശാഖപട്ടണം. ഇതൊക്കെയാണ് ഈ പോർട്ട് മേഖലയിലാണ് ഈ IMU ക്യാമ്പസുകൾ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കീ ഡേറ്റ്സുകളെ കുറിച്ച് പ്രധാനമായിട്ടുള്ള ഡേറ്റുകൾ ഈ IMU-CET എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളിലേക്ക് കടക്കാം. രജിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 5 മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക ഏപ്രിൽ 24, 2026. ഏപ്രിൽ 24 ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. കാരണം സൈറ്റ് ബ്ലോക്ക് ആവാനും സൈറ്റ് ഹാങ് ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. എക്സാം ഡേറ്റ് ആയിട്ട് വരുന്നത് മെയ് 24 ഞായറാഴ്ച, മെയ് 24, 2026 ഞായറാഴ്ചയാണ് വരുന്നത്. ഈ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക ഓഗസ്റ്റ് 1 മുതലാണ് ഈ IMUവിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേജറായിട്ടുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. UGയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ BSc ഇൻ നോട്ടിക്കൽ സയൻസ് 3 വർഷത്തെ കോഴ്സാണ് BSc ഇൻ നോട്ടിക്കൽ സയൻസ്. BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് 4 വർഷത്തേതും. BTech ഇൻ നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് 1 വർഷത്തെ കോഴ്സാണ്. പിന്നെ BBA ഇൻ ലോജിസ്റ്റിക്സും മാരിടൈം ലോജിസ്റ്റിക്സ്. പിന്നെ PGയിൽ വരുന്നത് MTech MBAയുമാണ് PGയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ +2 ഫിസിക്സിൽ 60% മുകളിൽ മാർക്ക് വേണം. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ 60% മുകളിൽ മാർക്ക് വേണം. മാത്സിലും 60% മുകളിൽ മാർക്ക് വേണം. ഇംഗ്ലീഷിൽ 50% മുകളിൽ മാർക്കുള്ളവർക്കാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഏജ് ലിമിറ്റ് നമുക്ക് നോക്കുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് മാക്സിമം 25 വയസ്സ്, അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 27 വയസ്സ്. ഈ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് ഇവിടെ ഒരു റിലാക്സേഷൻ ഉണ്ട്. 30 മുതൽ 32 വരെ വയസ്സുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റും. ഇനി വേറെ റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ളത് അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് UG എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. എക്സാം പാറ്റേൺ വരുന്നത് CBT ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് എക്സാം വരുന്നത്. 3 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. 3 മണിക്കൂർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. +2 പഠിച്ച നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60% മുകളിൽ മാർക്ക് വേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, 50% മുകളിൽ മാർക്ക് വേണ്ട ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളാണ് ഇവിടെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് സിലബസ് ആയിട്ടുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യനുകൾ കറക്കി കുത്താനോ അങ്ങനെ കാര്യങ്ങൾക്കോ നിൽക്കരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ആൻസറുകൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അടയാളപ്പെടുത്തി ആൻസറായിട്ട് വെക്കുക. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1200 രൂപയാണ്. OBC NCLും അതുപോലെ തന്നെ ജനറൽ വിഭാഗക്കാർക്കൊക്കെ വരുന്നത് 1200 രൂപയാണ്. ഇനി SC/STക്കാർക്കാണെങ്കിൽ 800 രൂപയാണ് ഫീസ് വരുന്നത്. കൗൺസിലിംഗ് ഫീ ഉണ്ട്. പോസ്റ്റ് എക്സാമാണ്. കൗൺസിലിംഗ് ഫീയിൽ 10,000 രൂപയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇനി സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9,000 രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും.
ഇനി നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് www.imu.edu.in എന്ന സൈറ്റിലാണ്. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കരിയർ അപ്ഡേറ്റ്സ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. നിങ്ങളിവിടെ QR കോഡ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇതേപോലുള്ള കരിയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.